അപ്പോൾ എന്തായാലും നമ്മുടെ ഡയറ്റ് 20-ാം തീയതി മുതൽ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. 15-ാം തീയതി എന്നുള്ളത് എനിക്ക് വയ്യാത്തതുകൊണ്ട് മാറ്റി വെച്ചാണ്. 20-ാം തീയതി യാതൊരുവിധ മാറ്റമില്ലാതെ നമ്മുടെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം എൻ്റെ മോന് ഡയറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഇങ്ങനെയുള്ള ഫുഡൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ദേ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു സാലഡ്. അപ്പോൾ സ്കൂളിലാണേലും അവർക്കും നമുക്ക് നല്ലൊരു ഡയറ്റ് സ്പെഷ്യലായിട്ടുള്ള ലഞ്ച് ബോക്സ് കരുതി കൊടുത്തു വിടാം. ഇത് ചെറിയവന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയ ആളെ സ്കൂളിൽ ചേർത്ത് പ്ലേ സ്കൂളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള ടിഫിനാണ്. ബിസ്ക്കറ്റിന് പകരം ഞാൻ ഒരു ചെറിയൊരു നമ്മുടെ പിയറാണ് മുറിച്ച് വെച്ച് കൊടുത്തത്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ സാലഡ്. ഒരു സവാള, ഒരു തക്കാളി, ഒരു കഷ്ണം പൈനാപ്പിൾ, പിന്നെ കോൺ ഇതേപോലെ ആവിയിലാണ്, വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കരുത്. ആവിയിൽ പുഴുങ്ങിയെടുത്തതിന് ശേഷം ഒരു ചെറിയൊരു എരിവിന് ഇത് നന്നായിട്ട് ഉപ്പ്, എരിവ്, അതുപോലെ തന്നെ ഒരു ചെറിയ മധുരം ഒക്കെ ഉള്ളൊരു സാലഡാണ് കേട്ടോ. ഇതിനകത്തോട്ട് ഗ്രീക്ക് യോഗേർട്ട് അല്ലെങ്കിൽ ഇച്ചിരി തൈരുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു പകുതി ഗ്രീക്ക് യോഗേർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനോട് ഇവൻ ഡയറ്റ് ചെയ്യാൻ നിൽക്കുന്നത് എന്തിനാണെന്നറിയാവാ, ഇവന് സ്പെഷ്യലായിട്ട് ചിക്കൻ റൈസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഒരു സന്തോഷമല്ലേ, നമ്മുടെ തിരക്കിനിടക്കും അവർക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും അവർ ഹെൽത്തി ആയിട്ട് ഇരിക്കുമല്ലോ എന്ന് ഞാനും കരുതി. അങ്ങനെ രാവിലെ തന്നെ നല്ല കിടിലൻ ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പകുതി എനിക്കും പകുതി അവനിക്കും ഉള്ളതാണേ. കുറച്ച് ഞാനത് രാവിലെ തന്നെ കഴിച്ചു. കാര്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണ്. 11 മണിക്കൊക്കെ നമുക്ക് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാലഡാണ്. അപ്പോൾ ചെയ്ത് നോക്കണം, എല്ലാവർക്കും മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റും. അപ്പോൾ കോണൊക്കെ ആവിയിൽ പുഴുങ്ങി എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു സത്തൊന്നും നമുക്ക് നഷ്ടമാകത്തുമില്ല. ഇനി നമ്മുടെ ലഞ്ച് ബോക്സും കൂടെ സെറ്റാക്കാം. അപ്പോൾ ഇത്തിരി ചിക്കൻ ഇട്ട് റൈസ് ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്. എണ്ണ ചേർത്തില്ലെന്ന് പറഞ്ഞാൽ ടേസ്റ്റിന് കുറവൊന്നും ഇല്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പ്രോട്ടീനായിട്ട് ചിക്കനാണ് വെച്ചിരിക്കുന്നത്, എന്നാലും 2 മുട്ട കൂടി വെച്ചിട്ടുണ്ട്. അവന്മാരല്ലേ തിന്നാൻ നേരം എന്തെങ്കിലും കൂടെ കടിച്ചു പറിക്കാൻ വേണ്ടിയേ എന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇതേ സാലഡ് ഒരു ചെറിയ പാത്രത്തിൽ അവന് വേണ്ടിയിട്ട് ഇത്രയും സാലഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ ചെറിയ പാത്രത്തിലേക്ക് സാലഡും എടുത്ത് മാറ്റി വെച്ച്. അപ്പോൾ 2 പേരുടെയും ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ചെറിയവന് ലഞ്ച് ബോക്സ് ഇല്ല, ടിഫിൻ ബോക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഡയറ്റ് വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മക്കളുടെ ലഞ്ച് ബോക്സും നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തെടുത്താലോ.